അങ്ങനെ അനന്തപുരിയിലും കലയുടെ സഫരിയിൽ തലപ്പത്തെത്തിയിരിക്കുന്നു. തലയെടുപ്പോടുകൂടി സ്കൂൾ കായിക മാമാങ്കത്തിന്റെ തലയെടുപ്പ് തൃശ്ശൂരിനാണ്. ശക്തന്റെ തട്ടകമാണ് തിരുവനന്തപുരത്ത് നിന്ന് അനന്തപുരിയിൽ നിന്നും ആ കപ്പുമായി തിരികെ പോകുന്നത്. ഒരു പോയിന്റ് വ്യത്യാസം. വളരെ നമ്മൾ കൗതുകത്തോടുകൂടി കാത്തിരുന്നതാണ് ആരായിരിക്കും ഇത്തവണ കപ്പ് ഉയർത്തുക. വലിയ അവകാശവാദങ്ങൾ മുൻനിരയിലെത്തിയ ജില്ലകൾ നടത്തിയിരുന്നു. അവിടെയാണ് തൃശ്ശൂരിനെ സംബന്ധിച്ചോളം ആ പോയിന്റ് പട്ടികയിൽ അവർക്ക് അവസാന മത്സരത്തിലും അവരുടെ മാറ്റുരയ്ക്കാൻ കഴിഞ്ഞത്, അവരുടെ വരവറിയിക്കാൻ കഴിഞ്ഞത് ഒറ്റ പോയിന്റാണ്. പാലക്കാടുമായി അവർ വ്യത്യാസത്തിലാണ് ഇപ്പോൾ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്ന ശക്തന്റെ മണ്ണിലേക്കാണ് കലാകിരീടം പോകുന്നത്. തിരുവനന്തപുരത്ത് നിന്നും തിരുവനന്തപുരത്ത് 5 നാൾ തിരുവനന്തപുരത്തെ ആ പൂര നഗരിയായിരുന്നു 5 നാൾ. ആ പൂര നഗരിയിൽ തൃശ്ശൂരിൻ്റെ മണ്ണിലേക്കാണ് ഇപ്പോൾ ഒന്നാം സ്ഥാനവുമായി സ്കൂൾ കലോത്സവത്തിൽ ജേതാക്കളായി തലയുയർത്തി തൃശ്ശൂരിലെ കുട്ടികൾ അങ്ങ് എടുത്തിരിക്കുന്നു. അനന്തന്റെ നാട്ടിൽ നിന്നും അനന്തപുരിയിൽ നിന്നും ആ കപ്പ് അങ്ങെടുത്ത് തൃശ്ശൂരിൻ്റെ മണ്ണിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ഒരു പോയിന്റ് വ്യത്യാസത്തിൽ മാത്രമാണ് ഉള്ളത്. അങ്ങനെ ഒരുപാട് ഇനങ്ങൾ, അങ്ങനെ എനിക്കറിയാം 240-ലേറെ ഇനങ്ങൾ ഉണ്ടായിരുന്നു ഇത്തവണ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ. അതിൽ ഏറെക്കുറെ എല്ലാ മത്സരങ്ങളിലും മികവുറ്റ പോയിന്റ് കരസ്ഥമാക്കാൻ തൃശ്ശൂർ ജില്ലയ്ക്ക് കഴിഞ്ഞിരിക്കുന്നു. തൃശ്ശൂർ ജില്ലയാണിപ്പോൾ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി. വളരെ പ്രധാനപ്പെട്ട സ്വർണ്ണക്കപ്പ് ഉയർത്തിയിരിക്കുന്നു. 117 പവന്റെ സ്വർണ്ണക്കപ്പാണ് ഉയർത്തിയിരിക്കുന്നത്. ഔദ്യോഗികമായി തന്നെ സമ്മാനം നൽകും. അതിനുള്ള വേദി ഒരുങ്ങാൻ പോവുകയാണ്. സിനിമാ താരങ്ങളായ ടൊവിനോ തോമസും ആസിഫ് അലിയുമാണ് ഇന്നത്തെ ഈ കലാപരിപാടിയിൽ സമാപന സമ്മേളന വേദിയിൽ അവർ എത്തും. അല്പസമയത്തിനകം തന്നെ പരിപാടി നടക്കാൻ പോകുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് പരിപാടിയുടെ സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും. അക്ഷയ ചേരുന്നുണ്ട്. അക്ഷയ ദാമോദരൻ, അങ്ങനെ അവസാനം ഒറ്റ പോയിന്റിന് ഫിനിഷ്. തൃശ്ശൂർ തലയുയർത്തി സ്വർണ്ണക്കപ്പുമായി നാട്ടിലേക്ക്. അക്ഷയ. ഒറ്റ പോയിന്റ് ഇപ്പോൾ തൃശ്ശൂർ ജില്ല സംസ്ഥാന സ്കൂൾ കലോത്സവ കപ്പ് സ്വന്തമാക്കിയിരിക്കുന്നു എന്നാണ് നമുക്ക് പറയാനുള്ളത്. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ കപ്പ് അത് തൃശ്ശൂർ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂർ ജില്ല സ്വന്തമാക്കിയിരിക്കുന്നു. ഒറ്റ പോയിന്റിന് പാലക്കാടിന് സ്വർണ്ണക്കപ്പ് നഷ്ടമായിരിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു മുഖ്യാതിഥികളായിട്ടുള്ള ആസിഫ് അലിയും ടൊവിനോ തോമസും വേദിയിലേക്ക് എത്തുന്നതാണോ എന്തോ പ്രശ്നമോ എല്ലാവരും ചിന്തി നിൽക്കുന്ന ദൃശ്യമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും ആവേശത്തോടുകൂടി ഈ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സമാപന സമ്മേളനത്തിലാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. അത്രമാത്രം നമ്മൾ തുടക്കത്തിൽ കണ്ട അത്രമാത്രം. ശരി അക്ഷയ, അങ്ങനെ വിശേഷങ്ങളിലേക്ക് നമുക്ക് തുടർന്ന് തന്നെ എത്താം. അങ്ങനെ 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തൃശ്ശൂരാണ് ജേതാക്കളായിരിക്കുന്നത്. സ്വർണ്ണക്കപ്പ് തൃശ്ശൂർ ഉയർത്തും.